ബാലയുടെയും എലിസബത്തിന്റെയും സോഷ്യൽ മീഡിയ വാർത്തകൾ തന്നെയാണ് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത്. ആരാധകർക്ക് അതിനെക്കുറിച്ചുള്ള ഇഷ്ടത്തെക്കുറിച്ച് പറയാൻ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആരാധകരുടെ ഉള്ളിൽ തന്നെ നിരവധി കാര്യങ്ങൾ സംസാരിക്കുന്നുമുണ്ട്. ബാല വിഷയം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നു. അതിനിടയിൽ തന്നെയാണ് എലിസബത്ത് അനുഭവിക്കേണ്ടി വന്ന യാതനകളെക്കുറിച്ച് പറയുന്നത്. വീട്ടുകാരോട് പോലും ഞാൻ പലതും പറഞ്ഞില്ല എന്നാണ് എലിസബത്ത് പറയുന്നത്. ഭക്ഷണം കഴിക്കാനില്ലാതിരുന്ന ഒരു സാഹചര്യം. നടൻ ബാലയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങൾ ആവർത്തിച്ചു കൊണ്ടെത്തിയിരിക്കുകയാണ് ഡോക്ടർ പങ്കാളിയായ എലിസബത്ത് ഉദയൻ. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ബാലയ്ക്കെതിരെ നിരന്തരം ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് എന്ന് പറയുന്നു. ഇതിന്റെ തുടർച്ചയായാണ് പുതിയ ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. 41 മിനിറ്റിലേറെ വീഡിയോയിലാണ് വീണ്ടും ഗുരുതര ആരോപണങ്ങളുമായി എലിസബത്ത് എത്തിയിരിക്കുന്നത്. കസ്തൂരി എന്ന പേരിൽ യൂട്യൂബ് ചാനലുകൾക്ക് താഴെ കമന്റ് ചെയ്യുന്ന ആളുകൾക്കുള്ള മറുപടിയായിട്ടാണ് എലിസബത്ത് എത്തുന്നത്. ബാലയ്ക്കെതിരായ ആരോപണങ്ങൾ വീണ്ടും വീഡിയോയിൽ പങ്കുവച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊന്നും കാര്യമറിയില്ല, കാര്യമറിയാതെ സംസാരിക്കരുത്. ഒരു അനുഭവിച്ച വ്യക്തി എന്ന നിലയിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കണമെന്ന് ഞാൻ പറയില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യം പാടെ അവിശ്വസിക്കരുത്. ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്നോ ഞാൻ അങ്ങനെയൊന്നും അനുഭവിച്ചിട്ടില്ല എന്നോ നിങ്ങൾക്ക് പറയാനാകില്ലല്ലോ. നിങ്ങൾക്കതിനെപ്പറ്റി ഒന്നും അറിയില്ല. ഞാൻ അനുഭവിച്ചത് എന്താണെന്നോ ഞാൻ കഴിഞ്ഞു പോയത് എന്താണെന്നോ ഒന്നും നിങ്ങൾക്കറിയില്ല. കസ്തൂരി എന്ന പേരിൽ യൂട്യൂബ് ചാനലുകൾക്ക് താഴെ കമന്റ് ചെയ്യുന്ന ആളുകൾക്കാണ് ഇപ്പോൾ മറുപടിയുമായി എത്തുന്നത്. താൻ മരിച്ചു പോവുകയാണെങ്കിലോ ആരെങ്കിലും കൊല്ലുകയാണെങ്കിലോ അതിനു മുൻപ് തനിക്ക് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തിട്ട് പോകണമെന്നുള്ളത് കൊണ്ടാണ് വീഡിയോ എന്ന ആമുഖമായി പറയുന്നു. ഈ നാട്ടിൽ തോക്കും ഗുണ്ടകളുമായി നടന്നാലും പണമുണ്ടെങ്കിൽ നിയമം അവരെ ഒന്നും ചെയ്യില്ല എന്ന് തനിക്ക് ബോധ്യമുണ്ട്. ഇതൊക്കെ പറഞ്ഞതിന്റെ പേരിൽ അദ്ദേഹം തനിക്കെതിരെ കേസ് കൊടുക്കട്ടെ എന്നും എലിസബത്ത് പറയുന്നു. എനിക്ക് ഇത്രമാത്രം ഇഷ്ടമായിരുന്നു എന്നറിയോ? നിങ്ങൾ ഇനി എന്നെ കൊന്നാലും സാരമില്ല. ഞാൻ അത്രത്തോളം എത്തിക്കഴിഞ്ഞു. അത്രത്തോളം നാണം കെട്ട അവസ്ഥയിലാണ് ഞാനുള്ളത്. ഡിപ്രഷനും നാണക്കേടും സ്ട്രെസ്സും കാരണം എന്തു വന്നാലും ഞാൻ അതിനെ നേരിടാൻ തയ്യാറാണെന്നും എലിസബത്ത് പറയുന്നു. മാത്രമല്ല, ജീവിതത്തിൽ ജയിലിൽ കിടക്കാൻ ഭയമില്ലെന്നും ആ വീട്ടിൽ നിന്നും അനുഭവിച്ചത് ജയിലിനേക്കാൾ മോശമായ അവസ്ഥയാണെന്നും എലിസബത്ത് പറഞ്ഞു. ഗതികെട്ട് പറഞ്ഞു പോയതാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കാലം മിണ്ടാതിരുന്നത്. നല്ല ഭീഷണി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് കൃത്യമായി അറിയാം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് തോക്ക് ചൂണ്ടുന്ന ഗുണ്ടകളെയാണ്. ഇതൊക്കെ തന്നെയും വളരെയധികം തന്നെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നാണ്. മാത്രമല്ല, ജീവിതത്തിൽ ജയിലിൽ കിടക്കാൻ ഭയമില്ല എന്നും ആ വീട്ടിൽ നിന്നതുകൊണ്ട് തനിക്ക് എന്തും നേരിടാൻ സാധിക്കുമെന്നും ആ വീട്ടിൽ നിന്നും അനുഭവിച്ചത് ഞാൻ എല്ലായിടത്തും തുറന്നു പറയാൻ തയ്യാറാണെന്നും കൂട്ടിച്ചേർക്കുന്നു. ആ വാക്കുകൾ തന്നെയാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നത്. ഗതികെട്ട് പറഞ്ഞു പോയതാണെന്നും ഇതുകൊണ്ട് ഞാൻ ഇത്രയും കാലം മിണ്ടാതിരുന്നതുമൊന്നും പറയുന്നു. നല്ല ഭീഷണി നിലനിൽക്കുന്നുണ്ടായിരുന്നു. അയാൾ എങ്ങനെ പ്രതികരിക്കുമെന്ന് കൃത്യമായി അറിയാം. ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിനെ തോക്ക് ചൂണ്ടുന്ന ഗുണ്ടകളെ ഇറക്കുന്ന ആളാണ്. ഒരിക്കൽ വീട്ടിൽ തന്നെ പൂട്ടിയിട്ട് ഭക്ഷണം തരാതെ ഇരുത്തി. ഭക്ഷണം കഴിക്കാതെ ഇല്ലാതിരുന്നൊരവസ്ഥ. അതൊക്കെ നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാകില്ല. നിങ്ങളൊക്കെ കരുതും ഇതൊക്കെ എല്ലാ വീട്ടിലും ഉണ്ടെന്ന്. എന്നാൽ എല്ലാ വീട്ടിലും നടക്കുന്നതാണെങ്കിൽ ഇതത്ര സർവ്വസാധാരണമായ ഒരു കാര്യമല്ല. നിങ്ങളിത് നിങ്ങളുടെ വീട്ടിൽ നടത്തുന്നുണ്ടെങ്കിൽ അത് നിർത്തണം. അത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ഇത് കേസിന് വരെ പോകാൻ പറ്റുന്ന ഒരു കാര്യമാണെന്നാണ് ഇപ്പോൾ എലിസബത്ത് വ്യക്തമാക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.